വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, ഒരാളുടെ ചിന്തകൾ നിരന്തരമായി നിങ്ങളുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴില്ലാത്ത ഒരാൾ, അതായത് നിങ്ങളുടെ വിട്ടുപോയ, നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാത്ത അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും അവരെക്കുറിച്ചുള്ള തോട്ട്സ് നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. താഴെ പോയ കാർഡാണ് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. Three of Wands, Page of Cups, Ten of Swords, Six of Swords, Knight of Cups, Ace of Pentacles, Page of Pentacles, Ten of Cups, Nine of Wands, Justice, Nine of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് Four of Swords ആണ് വന്നിരിക്കുന്നത്. Beyond Illusion, Abundance, Breakthrough, The Dream, Harmony, Maturity, Integration, Patience. ബോട്ടം ഓഫ് ദ ഡെക്ക് Fool ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ രണ്ട് തരത്തിലുള്ള എനർജീസ് വന്നിട്ടുണ്ട്. അതായത് ഒന്ന്, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ആര് തന്നെ ആയാലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിൽ ഫുൾ ടൈം നിങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഡ്രീം കാണിക്കുന്നത്. അതുതന്നെയാണ്, അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നതും അതുതന്നെയാണ്. ഒരുപാട് അവർ ചിന്തിക്കുന്നുണ്ട്, മാത്രമല്ല അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ചിന്തേൻ്റെ ഒരു വൈബ്രേഷൻ നിങ്ങളിലും ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ തോട്ട്സ് നിങ്ങളിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന എനർജി. ഇവിടെ ടെലിപ്പതി വർക്കാകുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും തോട്ട്സ് ഇടയ്ക്കിടെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ഏത് സമയം അവരെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് ചിന്ത വരുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അത് ടെലിപ്പതി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം അവർ നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം അത് അവരുടെ കോൺഷ്യസ് മൈൻഡിലാണ് വരുന്നത്. കോൺഷ്യസ്ലി അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ചിന്തകൾ കൂടിക്കൂടി വരുമ്പോൾ ഇത് സബ് കോൺഷ്യസിലെത്തും. ആ സബ് കോൺഷ്യസിലെത്തുമ്പോഴാണ് ശരിക്കും ഡ്രീമായിട്ടൊക്കെ വരുന്നത്. അങ്ങനെ ഡ്രീമായിട്ട് വരുമ്പോൾ പിന്നെ ഇത് വരുന്നത് സബ് കോൺഷ്യസ് കഴിഞ്ഞിട്ട് പിന്നെ കോസ്മിക് കോൺഷ്യസിലേക്ക് എത്തും. ഈ കോസ്മിക് കോൺഷ്യസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡുമാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് മാറി വരുന്നത്. നമ്മൾ നിൽക്കുന്ന ചുറ്റുപാട്, നമ്മൾ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചാണ് ഈ രണ്ട് മൈൻഡ് നമ്മളിൽ വർക്ക് ആകുന്നത്. കോസ്മിക് കോൺഷ്യസ് എന്ന് പറയുന്നത് പ്രപഞ്ചബോധമാണ്. അവിടെ എല്ലാവരും ഒന്നാണ്. അവിടെ എല്ലാവർക്കും ആ ഒരു മൈൻഡ് ഉണ്ട്. അപ്പോൾ അത് കോസ്മിക് കോൺഷ്യസിൽ എത്തുമ്പോഴാണ് ഈ ഒരു അവരുടെ ചിന്തകൾ ഈ കോൺഷ്യസ് മൈൻഡ് കടന്ന് സബ് കോൺഷ്യസ് മൈൻഡ് കടന്ന് കോസ്മിക് കോൺഷ്യസിലെത്തി. അപ്പോൾ കോസ്മിക് കോൺഷ്യസിൽ എത്തുമ്പോൾ എന്ന് വെച്ചാൽ ഇത്
ഒന്ന് തന്നെയാണ്. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന ആളുടെയും നമ്മുടെ എല്ലാവരുടെയും നിങ്ങളുടെയും എല്ലാവരുടെയും കോസ്മിക് കോൺഷ്യസ് എന്ന് പറയുന്നത് ഒന്നാണ്. അപ്പോൾ ആ പ്രപഞ്ചബോധത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവും. അതായത് നിങ്ങൾക്കും ആ ഒരു പ്രപഞ്ചബോധം സെയിമാണ്, അവർക്കും സെയിമാണ്. അപ്പോൾ അവിടെ അത് കണക്റ്റ് ആവും. അത് കണക്റ്റ് ആയി കഴിയുമ്പോൾ പിന്നെയും അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ കോസ്മിക് കോൺഷ്യസിലെത്തി, പിന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസിലെത്തി. ആ സമയത്ത് നിങ്ങൾക്കും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഡ്രീം വന്നേക്കാം. പിന്നെ ഇത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലോട്ടേക്ക് എത്തും. അതായത് അവരിൽ നിന്ന് റിവേഴ്സ് ആയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. പിന്നെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ എത്തുമ്പോഴാണ് ഇവരെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അത് ഒരു കാരണവും ഇല്ലാതെ, ഇപ്പം നിങ്ങൾക്ക് ആ വ്യക്തിയോട് പ്രത്യേകിച്ച് ഇമോഷനോ ഒന്നും ഇല്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ച് നിരന്തരം നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നേരെ റിവേഴ്സ് ആയിട്ടാണ് വരിക. അവരുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എത്തുന്നത് കോസ്മിക് കോൺഷ്യസിൽ എത്തുമ്പോൾ നിങ്ങൾക്കത് കോസ്മിക് കോൺഷ്യസിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്കാണ് എത്തുന്നത്. അങ്ങനെയാണ് ഈ ടെലിപ്പതി വർക്കാകുന്നത്. നമ്മുടെ ഏതൊരു ചിന്തയും പ്രപഞ്ചബോധത്തിൽ എത്തുമ്പോഴാണ് അവിടെ ടെലിപ്പതി വർക്കാകുന്നതും അത് അവരിലേക്ക്, നമ്മൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അവരിലേക്ക് ആ ഒരു തോട്ട്സ് എത്തുന്നതും ഒക്കെ, നമ്മളെക്കുറിച്ചുള്ള തോട്ട്സ് എത്തുന്നതൊക്കെ എല്ലാവർക്കും പ്രപഞ്ചബോധത്തിൽ എത്തുമ്പോഴാണ്. അപ്പം നമ്മുടെ ചിന്തകൾ എത്രത്തോളം പ്രപഞ്ചബോധത്തിൽ എത്തുന്നുണ്ടോ അത്രത്തോളം മാനിഫെസ്റ്റേഷനാണ് നടക്കുന്നത്. എന്തെങ്കിലും കാര്യം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്രപഞ്ചബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. സെക്കൻഡ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് സംഭവിച്ചത് ഈ വ്യക്തി വന്നതിന് ശേഷമായിരിക്കാം. അതായത് നിങ്ങൾ അന്ന് വരെ ഒരു ചട്ടക്കൂടിനുള്ളിലായിരിക്കാം, ഒരുപാട് കണ്ടീഷൻസിനുള്ളിലായിരിക്കാം. പക്ഷേ അന്ന് വരെ നിങ്ങൾ വിശ്വസിച്ച് വച്ചിരുന്നതും അന്ന് വരെ നിങ്ങൾ കൊണ്ടു നടന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും, പല എത്തിക്സും നിങ്ങളിൽ നിന്ന് ബ്രേക്കായി പോയിട്ടുണ്ടാവാം ഈ വ്യക്തി വന്നതിന് ശേഷം. അപ്പോൾ ഈ എത്തിക്സ് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയൊരു വ്യക്തിയായി മാറിയിട്ടുണ്ടാവാം. എല്ലാ തരത്തിലും ഈ വ്യക്തി വന്നതിന് ശേഷം നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ആണെങ്കിലോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലോ എല്ലാറ്റിലും ഒരു ചേഞ്ച് വന്നിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അതായത് ചേഞ്ച് എന്നല്ല, അതിനെ ഏറ്റവും ബെറ്ററായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് സംഭവിച്ചു. നിങ്ങളുടെ അന്നേ വരെയുള്ള ലൈഫിൽ നിന്ന് ഒരു ബ്രേക്ക് സംഭവിച്ച് ഒരു റീബേർത്ത് പോലെ നിങ്ങളായി മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു റീബേർത്ത് ആയിരിക്കാം ഈ വ്യക്തി വന്നതിന് ശേഷം സംഭവിച്ചിരിക്കുന്നത്. അത് മേ ബി നിങ്ങൾ സ്പിരിച്വലി അവേക്കണിങ് ആയ ആൾക്കാരായിരിക്കാം. ഈ വ്യക്തി വന്നതിന് ശേഷം ആയിരിക്കാം നിങ്ങളുടെ അവേക്കണിങ് സംഭവിച്ചത്. കാരണം ഇവിടെ ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. ഇതൊരു യിൻ യാങ് എനർജീനെ കാണിക്കുന്നതാണ്. അതായത് ഒന്നിൻ്റെ തന്നെ രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ ഒരു ആത്മാവിൻ്റെ തന്നെ രണ്ട് ഭാഗങ്ങൾ ട്വിൻ ഫ്ലെയിം എനർജി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലായിരിക്കാം ഉള്ളത്. നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയിരിക്കാം, മിററിങ് ആയിരിക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിലുള്ളൊരു ബന്ധമായിട്ട് കാണുന്നില്ല, ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റക്ക് എനർജിയാണ്. ഇപ്പോൾ സെപ്പറേഷൻ പീരീഡിലാണ് എന്നാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരെ ആണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോ ആണ് ഉള്ളത്. അതല്ലെങ്കിൽ ഇതിൽ യാതൊരു പുരോഗമനവും ഇല്ലാതെ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി എൻഡായി പോയി എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാവാം. ഇനി ഇതിലൊന്നുമില്ല, കംപ്ലീറ്റ് എൻഡായി എന്നുള്ളൊരു തോന്നലുണ്ടാവാം. പക്ഷെ അത് എൻഡായില്ല, ഇനിയും ഇത് വരുന്നുണ്ട്, ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് തരുന്ന വിധത്തിലുള്ള ഒരു റീയൂണിയൻ ആയിരിക്കും. പക്ഷേ അതിന് ഒരുപാട് തടസ്സങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ആ തടസ്സങ്ങൾ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഈഗോ ആണ് കാണാൻ പറ്റുന്നത്. രണ്ടുപേരും ഈഗോയിസ്റ്റിക് ആയിട്ടാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. രണ്ടുപേരും കട്ടക്ക് തന്നെ നിൽക്കുക എന്നൊക്കെ പറയല, അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനുണ്ട്. നിങ്ങളുടെ നോട്ടിനോട് ആണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു സോൾ പർപ്പസിലേക്ക് കടക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഈ റിലേഷൻഷിപ്പ് വന്നിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തൊക്കെ ഹാപ്പിനെസ് അനുഭവിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സോൾ പർപ്പസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയും ഇവിടെ ഈ വ്യക്തി കാരണം ഒരു ഗ്രോത്ത് സംഭവിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ഫെമിനൈൻ എനർജി, അതായത് ഈ വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കാം. എത്ര തന്നെ നിങ്ങളുടെ മാസ്കുലൈൻ എനർജി ഉയർന്നതാണെങ്കിലും, നിങ്ങൾ എത്ര തന്നെ പ്രാക്ടിക്കലായിട്ടോ ലോജിക്കായിട്ടോ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ആളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇമോഷണലി ആണ് ചിന്തിക്കുന്നത്. ഇമോഷണലി ആണ് ഈ വ്യക്തിയെ ഡീൽ ചെയ്യുന്നത്. കാരണം അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയ ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ ചെറിയൊരു ഇഫക്റ്റ് ഉണ്ടാവാം, പക്ഷേ കൂടുതൽ പേർക്കും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് അവർ റിക്കവറായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. എന്നാലും ഇവിടെ ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. മേ ബി ഒരു കർമ്മയൊക്കെ ആയിരിക്കാം, അതാവേണ്ട സമയം ആയില്ല. നിങ്ങളോട് ക്ഷമിക്കാനാണ് പറയുന്നത്. മീൻസ് ക്ഷമിച്ചു നിൽക്കുക, ക്ഷമ വേണം. ആയില്ല, ടൈം ആയില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളിൽ ഇനിയും ഒരുപാട് മെച്യൂരിറ്റി വരാനുണ്ട്. നിങ്ങളുമായിട്ടൊരു ഹാർമണിയിൽ വരാനുണ്ട്. നിങ്ങളുടെ സെൽഫുമായിട്ട് ഒരു ഹാർമണിയിൽ വരാനുണ്ട്. അത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി വരാനുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴാണോ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വരുന്നത് ആ സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് തന്നെ ഒരു ഹാർമണി വരുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസും പേജ് ഓഫ് പെൻറ്റക്കിൾസും കാണിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻറ്റ് ഉണ്ടാവാം, ഈ കാര്യത്തിലായിരിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോലിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അവിടുന്ന് നിങ്ങൾക്ക് റിസൈൻ ചെയ്യണമെന്ന് തോന്നും. ഒരു തൃപ്തിയില്ലാതെയാണ് നിങ്ങൾ ആ ജോലി ചെയ്യുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ പാഷനുമായിട്ട് കണക്റ്റ് ആവേണ്ട ആളാണ്. ഇപ്പോഴും നിങ്ങൾ സൗത്ത് നോഡിലുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു കാര്യം ബ്രേക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ വ്യക്തി കാരണം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും മെയിനായിട്ട് ബ്രേക്ക് ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിൽ സ്റ്റേ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. എപ്പോഴാണോ അതിൽ നിന്ന് മാറാൻ വേണ്ടി നിങ്ങളൊരു റിസ്ക് എടുക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നു കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ഇല്യൂഷൻ വരും. അതായത് നിങ്ങൾക്കത് ചെയ്യണോ വേണ്ടേ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഞാൻ ആ ജോലി വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇല്യൂഷൻ കിട്ടും. നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസ് വഴിയോ സ്പിരിച്വൽ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർ വഴിയോ നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടും. സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇല്യൂഷൻ പവർ കൂടുന്നതായിട്ടും കൃത്യമായിട്ടൊരു ക്ലാരിറ്റി, ഇനി എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇല്യൂഷനെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അബണ്ടൻസ് ആണ് വരുന്നത്. നിങ്ങളുടെ ഇല്യൂഷൻ ഒരുപാട് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബിയോണ്ട് ഇല്യൂഷനും പിന്നെ അബണ്ടൻസും കാണിക്കുന്ന അതാണ്. അതായത് ഇല്യൂഷൻ്റെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇല്യൂഷനെ വിശ്വസിക്കാൻ പറ്റിയെങ്കിൽ അത് നിങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാ തരത്തിലും ലക്ഷറി ആയിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്തൊക്കെ ബുദ്ധിമുട്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ അവിടെ ബ്രേക്ക് ആവുന്നതെന്ന് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഒരു ഡ്രീം ലൈഫിലോട്ട് നിങ്ങൾ എത്തും. നിങ്ങളുടെ ഒരു സെൽഫുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആകുമ്പോൾ ആ ഒരു ഹാർമണി വരും. ആ ഒരു ഹാർമണി വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ സമാധാനമാണ് വരുന്നത്, മെച്യൂരിറ്റിയാണ് വരുന്നത്. കൃത്യമായിട്ട് ബൗണ്ടറി വെക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇവിടെ നിങ്ങൾക്ക് ബൗണ്ടറി വെക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും അവിടെ നിങ്ങൾക്ക് ഉറച്ച ഒരു കാര്യം പറയാൻ പറ്റുന്നില്ല. ആരെങ്കിലും നിങ്ങളോട് ഇഷ്ടമില്ലാത്ത കാര്യത്തിനൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആരോടും വെറുപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അവരെന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് എന്നൊക്കെയുള്ള ധാരണയായിരിക്കാം. അതങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബൗണ്ടറി വെക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം നിങ്ങൾ അത്രയും ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അവിടെ മറ്റുള്ളവരെ വെറുപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബൗണ്ടറി വെക്കുമ്പോൾ എന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു തോന്നലാണ്. നിങ്ങളാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ഒരു ഹാപ്പിനെസ്സിനായിട്ടാണ് കാണാൻ പറ്റുന്നത്. സ്വന്തം ഹാപ്പിനെസ് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു സ്വന്തം പ്രയോറിറ്റി വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ എംബ്രസ് എനർജി ഉണരുമ്പോഴാണ്. അതായത് മാതൃത്വം, ആണായാലും പെണ്ണായാലും എല്ലാവരുടെ ഉള്ളിലും ഒരു മാതൃത്വമുണ്ട്. അത് നമ്മുടെ ചക്രയിലാണ്. ആ ഒരു ചക്ര ഉണരുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ ഇതൊക്കെ ബൗണ്ടറി വെക്കാനും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജിയിൽ കണക്റ്റ് ആവാൻ പറ്റുന്നതും എല്ലാറ്റിനും ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നത് അപ്പോഴാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവരെ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇവരുടെ തോട്ട്സ് നിങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളിലേക്ക് വരാനുള്ള മാറ്റങ്ങളാണ്. അത് ഈ വ്യക്തി മുഖേനയാണ് വരുന്നത്. ഈ വ്യക്തിയുടെ എനർജി മുഖേനയാണ് വരുന്നത് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നില്ലെങ്കിൽ ഒരിക്കലും ഈ സമയത്ത് നിങ്ങൾ ഇവിടെ എത്തില്ല. ഇത് ഇങ്ങനെ സംഭവിക്കേണ്ടതാണ്.
കാരണം ഈ ആൾ കാരണമാണ് നിങ്ങൾക്ക് ലൈഫിലൊരു ബ്രേക്ക് സംഭവിക്കേണ്ടത്. നിങ്ങളുടെ സോൾ പേർപ്പസിലേക്കുള്ള വഴിയാണ് ഈ വ്യക്തിയുടെ ഒരു എനർജി എന്നാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇവരിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് വഴിയാകണം നിങ്ങൾ നിങ്ങളുടെ സോൾ പേർപ്പസിലേക്ക് കടക്കേണ്ടത്. അത് ഇവരിൽ നിന്ന് കിട്ടുന്നത് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണെങ്കിലോ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണെങ്കിലോ അത് രണ്ടും വേർതിരിച്ച് കാണണ്ട. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് വേർതിരിച്ച് കാണണ്ട. കാരണം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇത് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ നോട്ട് നോഡിലേക്കാണ്. അതൊരു വഴിയായിട്ടാണ്. ഈ ആൾ നിങ്ങൾക്ക് തരുന്നത് നെഗറ്റീവ് ആണെങ്കിലും അതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന പെയിനിലൂടെയാണ് നിങ്ങൾ ഈ ഒരു നോട്ട് നോഡിലേക്ക് കടക്കുന്നത്. ഈ ആൾ തരുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അവർ തരുന്നൊരു മോട്ടിവേഷനിലൂടെയാണ് നിങ്ങൾ ഈ ഒരു ഇതിലൂടെ കടക്കേണ്ടത്, അതായത് നോട്ട് നോഡിലേക്ക് കടക്കേണ്ടത്. പിന്നെ ഇവിടെ ട്വിൻ ഫ്ലെയിം എനർജി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങളുടെ ഈ പാറ്റേണൊക്കെ ബ്രേക്ക് സംഭവിക്കുന്നത് കൊണ്ടും ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന കാർഡൊക്കെ വന്നത് കൊണ്ടും ഇവിടെ കുറച്ച് പേര്, വളരെ കുറച്ച് പേര് ഇവിടെ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇതിലൂടെ നിങ്ങൾ ലേൺ ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾ അവരിൽ നോക്കി മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹീൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ള നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവരിൽ നോക്കി മനസ്സിലാക്കണം. കാരണം അവർ മിറർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലെ വേണ്ടാത്ത നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവർ മിറർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി അവർ നിങ്ങളോടൊക്കെ ഈഗോ കാണിക്കുന്നുണ്ടാവാം. അങ്ങനെ ഈഗോ കാണിക്കുന്നതിനുള്ള കാരണം നിങ്ങളുടെ ഉള്ളിലെ ഈഗോ ആണ് അവരിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന, നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കി മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നോക്കി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അവിടെ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളവിടെ എന്തൊക്കെ നിങ്ങൾക്ക് ഇറിറ്റേഷൻ സംഭവിക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഹീലാക്കുമ്പോൾ അവരിൽ നിന്നും ആ ഒരു കാര്യം മാറും. നിങ്ങളുടെ ഈഗോ ഡെത്ത് എപ്പോഴാണോ സംഭവിക്കുന്നത് അന്ന് അവരുടെയും ഈഗോ ഡെത്ത് സംഭവിക്കും. കാരണം നിങ്ങളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അവരിലും ആ മാറ്റം വരും. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇവരിൽ നിന്ന് ഓരോന്നും മനസ്സിലാക്കി നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ട് വരുമ്പോൾ അവരിലും ആ മാറ്റങ്ങൾ വന്ന് ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കുന്നത്. പക്ഷെ അതിൻ്റെ സമയമായില്ല. ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ട്. ഇവിടെ ക്ഷമയോടെ ഇരിക്കാനാണ് പറയുന്നത്. തുടങ്ങിയേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ ഇനിയും ഹീലാവാനുണ്ട്. ഈഗോടത്ത് ഒരുപാട് ഈഗോ കാണാൻ പറ്റുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് അവർ നിങ്ങളോട് ഒരുപാട് ഈഗോ കാണിക്കുന്നുണ്ടാവാം. ഇതൊക്കെ നിങ്ങളുടെ തന്നെ റിഫ്ലക്ഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ എപ്പോഴായാലും ഇതൊരു നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് തരുന്ന ഒരു ബന്ധമായിട്ട് മാറും. ഇപ്പോൾ എത്രത്തോളം മോശം അവസ്ഥയിലാണെങ്കിലും ഒരു സമയത്ത് നിങ്ങളിതൊക്കെ ഹീലായി കഴിയുമ്പോൾ നിങ്ങൾക്കിതിൽ ജസ്റ്റിസ് കിട്ടുന്നതെന്ന് കാണാൻ പറ്റുന്നത്. സോഡ്സും ഫൂളുമാണ് ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിരിക്കുന്നത്. രണ്ടും കാണിക്കുന്നത് സറണ്ടറിങ് ആണ്. ഫോർ സോഡ്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയൊരു വഴിയിലേക്ക് ഇപ്പോഴുള്ളതൊക്കെ താഴെ വെച്ച് ഇനി നിങ്ങളുടെ പുതിയ ഒരു ലൈഫിൻ്റെ പാറ്റേൺ തുടങ്ങുന്നതാണ്. അതിനുവേണ്ടി തയ്യാറെടുക്കാനാണ് പറയുന്നത്. ഒരു പ്രിപ്പറേഷൻ ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഒന്ന് താഴെ വെച്ച് അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കേണ്ട സമയമായി. അതാണ് കാണിക്കുന്നത്. ഫൂളാണെങ്കിൽ സറണ്ടറിങ്ങിനെയാണ് കാണിക്കുന്നത്. എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക. കാരണം അതിൻ്റെ ഒരു പൂർണ്ണതയെത്തി. എന്ത് സ്പിരിച്വൽ പ്രാക്ടീസോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതവിടെ സറണ്ടർ ചെയ്തിട്ട് ഇനി അടുത്ത നെക്സ്റ്റ് ലെവലിൽ പോകേണ്ട ഒരു സമയമായി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓവറോൾ എനർജി ഇതാണ് വന്നിരിക്കുന്നത്. രണ്ട് കാർഡും ഏകദേശം സെയിം എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബാലൻസ് ഉണ്ടാക്കേണ്ട സമയമായിട്ടാണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുത്തേണ്ട സമയമായിട്ടാണ് കാണുന്നത്. ജോലിയില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഗൈഡൻസ് ആണ് ഇപ്പം നോക്കിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുത്തുക എന്നുള്ളത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. കാരണം ഈ സമയം നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുത്തുകയാണ് ചെയ്യേണ്ടത്. ആ സമയത്താണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വന്നതിൻ്റെ ഇൻറ്റൻഷൻ അവിടെ സ്റ്റാർട്ടാകൂ. കാരണം നിങ്ങൾക്ക് ഫ്രീഡം, ഒരു ഫ്രീ സോൾ ആണ് എന്നാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ചട്ടക്കൂടിനുള്ളിലായിരിക്കാം ഉള്ളത്, ഒരുപാട് കണ്ടീഷൻസിനുള്ളിലായിരിക്കാം ഉള്ളത്. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഫ്രീ ആക്കുക. അതൊരു ഫ്രീ സോളായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതിലോട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാത്തത്. എപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് വരുന്നത്. കാരണം ഒരു പേർപ്പസ് ഉണ്ട്. നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ പോലും അറിയാതെ ഇവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാതിരിക്കുമ്പോൾ അവിടെ പല കാരണങ്ങൾ വരും. ചിലത് കാർമിക് റിലേഷൻ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേർപ്പസ്.
നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാനുള്ളതായിട്ടുള്ള എന്തെങ്കിലും പേർപ്പസ് ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വന്നേക്കാം. ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ പേർപ്പസ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് കൃത്യമായിട്ടുള്ള പേർപ്പസ് ഉണ്ട്. നിങ്ങളെ ഫ്രീ സോൾ ആക്കുക, നിങ്ങളുടെ ഫ്രീഡത്തിലേക്ക് കണക്റ്റ് ആക്കുക, സെൽഫ് ലവ് എന്താണെന്ന് മനസ്സിലാക്കുക, അതൊക്കെയാണ് വന്നിരിക്കുന്നത്. ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള കുറച്ച് പേർക്ക് ഇവിടെ പേഷ്യൻസ് ആണ് കാണിക്കുന്നത്. അവർ വെയിറ്റ് ചെയ്തേ മതിയാവൂ ആ ഒരു ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട്. ആരെയാണോ വിചാരിച്ചത് ആ ഒരു വ്യക്തി നിങ്ങളെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫുൾ ടൈം നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡ്രീം കാണുന്നുണ്ട്. പിന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, പാർട്ട്ണർ ആയിരിക്കാം. അങ്ങനെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. അതും നിങ്ങളുടെ എനർജിയിൽ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരാൾ തന്നെ നമ്മളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ എനർജിയെ അത് വല്ലാതെ ഇഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഇഫക്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലും ആ ഒരു തോട്ട് വരുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.